ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനഗറിലെത്തിയിട്ട് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിയോട് കൂടി ഡ്രൈവർ ഞങ്ങളെ തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുവന്നാക്കിയിട്ട് നാളെ രാവിലേക്ക് റെഡിയായി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഡ്രൈവർ തിരിച്ചുപോയി. ശ്രീനഗറിലെത്തിയ ഒന്നാമത്തെ ദിവസത്തെ കാഴ്ച വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. അതെല്ലാം വീഡിയോയാക്കി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പാക്കേജ് എടുത്താണ് ഇവിടെ വന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റെഡിയായി താഴെ എത്തിയപ്പോഴേക്കും നമ്മളെ കാത്ത് ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസത്തെ യാത്ര ആരംഭിച്ചു. ഇന്നലെ നമ്മൾ ശ്രീനഗറിലെ ഉദ്യാനങ്ങളാണ് കണ്ടതെങ്കിൽ ഇന്ന് നമ്മൾ പോകുന്നത് പെഹൽഗാം എന്ന സ്ഥലത്തേക്കാണ്. ശ്രീനഗറിൽ നിന്നും കുറച്ചധികം യാത്ര ചെയ്യാനുണ്ട് അവിടെ എത്താൻ വേണ്ടി. നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നലത്തെ കാലാവസ്ഥയല്ല ഇന്ന്. സൂര്യരശ്മികൾ കാണുന്നുണ്ട്. മഴക്കോളുകളെല്ലാം പതുക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ പെഹൽഗാമിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും അവയെക്കുറിച്ചുള്ള വിവരണങ്ങളുമെല്ലാം ഡ്രൈവർ നമുക്ക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നിരുന്നു. ഇവിടുത്തെ കാഴ്ചകളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. തണുപ്പാകുമ്പോൾ ഫുള്ള് ഐസായിരിക്കും. അത് കഴിഞ്ഞിട്ട് പച്ചപ്പ് വരുന്ന സമയത്ത് ഈ പ്രദേശങ്ങളെല്ലാം നല്ല രീതിയിൽ പച്ചപ്പ് പുതച്ച് കിടക്കും. അത് കഴിഞ്ഞിട്ട് ഇല കൊഴിയുന്ന സമയത്ത് ഗോൾഡൻ കളർ. അങ്ങനെ പല ടൈമുകളിലും പല രീതിയിലാണ് കാശ്മീരിൻ്റെ സൗന്ദര്യമെന്ന് ഡ്രൈവർ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ നമ്മളുള്ളത് ഈ മഞ്ഞ് ടൈം മാറി മഴയൊക്കെ ആകുന്ന ആ ഒരു ടൈമിലാണ് നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ മരങ്ങളിലെ ഇലകളോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മൾ പെഹൽഗാമിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് പെഹൽഗാം. അപ്പോൾ അവിടത്തേക്കാണ് നമ്മുടെ യാത്ര. ഇപ്പോൾ റോഡിലും മറ്റുമൊക്കെ ആയിട്ട് മഞ്ഞുകൾ കാണാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മഞ്ഞ് സിറ്റുവേഷനിൽ എത്തിച്ചേരുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ റോഡ് സൈഡിലുള്ള മഞ്ഞ് കാഴ്ചകൾ നമ്മൾ നേരിട്ട് കാണുന്നത്. ടി വിയിലും സിനിമയിലും അല്ലാതെ നമ്മൾ ഇതുവരെയും മഞ്ഞ് ഇങ്ങനെ പൊഴിയുന്ന കാഴ്ചകളോ മഞ്ഞ് റോഡ് കിടക്കുന്ന കാഴ്ചകളോ കണ്ടിട്ടില്ല. ജീവിതത്തിൽ തന്നെ ഏറ്റവും മറക്കാനാവാത്ത മറ്റൊരു അനുഭവമായി മാറുകയാണ് കാശ്മീരിൻ്റെ ഈ കാഴ്ചകൾ. അങ്ങനെ ശ്രീനഗറിൽ നിന്ന് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് നമ്മൾ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര മനോഹരമായൊരു കാഴ്ചയാണ് അതെന്ന്. റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് മരങ്ങളുടെ ചുറ്റിലും തറയിലും മൊത്തം മഞ്ഞ്, ഒരു വെള്ള കുപ്പായം പുതപ്പിച്ചതുപോലെ കിടക്കുന്ന മനോഹരമായ കാഴ്ച. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത മറ്റൊരു കാഴ്ചയായി മാറുകയാണ്. അങ്ങനെ നമ്മൾ പെഹൽഗാമിലെത്തി. ഇനി നമ്മൾക്ക് കാഴ്ചകൾ കാണാൻ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുതിര സവാരിയാണ് നടത്തേണ്ടത്. അപ്പോൾ അതിന് ഓരോ സ്ഥലത്ത് പോകുന്നതിന് വ്യത്യസ്ത റേറ്റുകളാണ് ഉള്ളത്. ഇതാണ് ഇവിടുന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു കുതിരയുടെ റേറ്റ്. അപ്പോൾ ഒരാൾക്ക് പോകാനുള്ള റേറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാർഗിൻ ചെയ്ത് അത് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ഞങ്ങളും ബാർഗിൻ ചെയ്ത് യാത്ര ആരംഭിച്ചു. 2 കുതിരകളെടുത്താണ് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസൺ വാലിയിലേക്ക് യാത്ര തിരിച്ചത്. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ യാത്ര ആരംഭിച്ചു. പക്ഷെ പോകുന്ന വഴി അത്ര സുഖകരമായ വഴിയല്ല. കാരണം ഈ പോകുന്ന വഴിയിൽ കൂടി തന്നെയാണ് കുതിരകൾ തിരിച്ച് ഇറങ്ങി വരുന്നതും. പിന്നെ കുതിരപ്പുറത്ത് ഒറ്റയ്ക്കായതിനാൽ നമ്മളാണ് കുതിരയെ നിയന്ത്രിക്കുന്നത്. പിന്നെ കുതിരയ്ക്ക് വഴി അറിയാവുന്നത് കൊണ്ട് അതൊരു ലെവൽ പിടിച്ച് നമ്മളെ അങ്ങ് മുകളിലങ്ങ് കൊണ്ടെത്തിക്കും. അങ്ങനെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസൺ വാലിയിൽ നമ്മൾ എത്തി. അങ്ങനെ ഞങ്ങൾ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസൺ വാലിയുടെ മുകളിലെത്തി. ഇതിനകത്ത് കയറുന്നതിന് നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. നിങ്ങൾ ഈ കാണുന്ന മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഈ സ്ഥലത്താണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്ന സ്ഥലം. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇവിടെ മൊത്തം മഞ്ഞ് പുതഞ്ഞാണ് കിടക്കുന്നത്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, കാശ്മീരിൻ്റെ സൗന്ദര്യം പല സമയങ്ങളിലും വ്യത്യസ്തമായിരിക്കും. അന്ന് ഭീകരാക്രമണം നടക്കുമ്പോൾ ഇവിടെ പച്ചപ്പായിരുന്നു, മഞ്ഞുകളെല്ലാം മാറിയ സമയമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഏകദേശം 3:30 മണി കഴിഞ്ഞു. ഇനി അധികം നിന്നാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് താഴേക്ക് വീണ്ടും ഇറങ്ങി. അങ്ങനെ മറക്കാനാവാത്ത കുറേ അനുഭവങ്ങളും കാഴ്ചകളും പകർത്തിയ ശേഷം ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.